എന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു. ഈ നേതാവാണ് കെ മുരളി കടന്നു വരികയാണ്. ഈ നാടിന്റെ ആവേശകരമായ സ്വീകരിക്കുവാനുള്ള ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനുള്ള പ്രക്രിയയാണ്. വളരെ ആവേശകരമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ നാട്ടിലുള്ളത്. അതിൻ്റെ ഒരു അനുകൂലമായ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ലഭിക്കുമെന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ. ആ നിലയിൽ സന്തോഷകരമായ പ്രതികരണമാണ് ജനങ്ങൾക്ക് ലഭിച്ചത്. എങ്ങനെയാണ് ഭരണമാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവാൻ ഒരു ഇടയുമില്ല. കാരണം ജനങ്ങൾ ഇത് കാണുകയല്ലേ. മൂന്നാം ഭരണവും മൂന്നാമതും LDF അധികാരത്തിൽ. ഈ 50 വർഷത്തെ കുത്തക തകർക്കുമെന്നാണ് എതിരാളികൾ പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ്? അവരുടെ അവകാശവാദമാണ്. പക്ഷേ ഇവിടെ കൂടുതൽ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള എല്ലാ കാരണങ്ങളുമുണ്ട്. ജനങ്ങളുടെ പ്രതികരണം കാണുമ്പോഴും അത് തന്നെയാണ്. എന്നാൽ ഉദ്ദേശം ഒരു ഭൂരിപക്ഷം എത്രയെന്ന് പറയാവൂ? അതിൻ്റെ ഒരു കണക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല. വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും തന്നെയാണ്. എല്ലാ വിലയാഭികളും സ്മാർട്ടായി. ഏറ്റവും കൂടുതൽ പട്ടയവിതരണം നടന്ന ഒരു കാലം അത് ഈ കാലമാണ് എന്ന് നമ്മൾ നോക്കണം. പുതിയ കുറെ സ്ഥാപനങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ടുണ്ട്. പാലക്കാട് ഒരു ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആൻഡ് കരിയർ ഗൈഡൻസ് സെന്റർ നമ്മുടെ നല്ല സാധാരണക്കാരായ കുട്ടികൾക്ക് സൗജന്യമായി PSC പരിശീലനം ഉൾപ്പെടെ കൊടുക്കുന്ന ഒരു കേന്ദ്രം ഈ കാലയളവിൽ വന്നതാണ്. അതുപോലെ തന്നെ കല്ലറ ഒരു UIT അതിന് സ്ഥലമായി കെട്ടിടമായി അതിന് ഉപയോഗിക്കപ്പെടുന്നു. കല്ലറ തന്നെ ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന ഒരു NCC പരിശീലന കേന്ദ്രം ഒന്നാം ഘട്ട ഉദ്ഘാടനം കഴിഞ്ഞ് പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ടത്തിന്റെ പ്രവർത്തനം നടക്കുകയാണ്. മൂന്നാം ഘട്ടത്തിന് DPR തയ്യാറാക്കി. ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ദുരന്തം വന്നാൽ അതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പുനരധിവസിപ്പിക്കാൻ ഉതകുന്ന തന്നെ പശ്ചാത്തല സൗകര്യമുള്ള ഒരു വലിയ സ്ഥാപനം അത് കല്ലറ വരികയാണ്. നമ്മുടെ നാട്ടിൽ കളമച്ചൽ ഒരു ITI 3.5 കോടിയുടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതിയിലാണ്. പുതിയ കോഴ്സുകൾ ആ കെട്ടിടം പൂർത്തിയായാൽ നമുക്ക് കൊണ്ടുവരാനാണ്. അങ്ങനെ പുതിയ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇതിനാണെന്നുകൊണ്ടുള്ള ഒരു PW റെസ്റ്റ് ഹൗസ് പൂർത്തിയായി കിടക്കുകയാണ്. ഫർണിച്ചർ ആകാത്തത് കൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാത്തത്. പുതിയ ഉദ്ഘാടനം ചെയ്യേണ്ടതില്ല എന്ന് കരുതി 3 കുടിവെള്ള പദ്ധതികൾ അതിൽ മാവനോഴത്ത് കൈലാസത്തുറന്നിലും നന്ദിയോട് അതിന്റെ വാട്ടർ ടാങ്ക് ആനാട് പഞ്ചായത്തിലെ കൂട്ടിലുമുണ്ട്. അതെല്ലാം ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങൾ അതിന് ഏതാനും മാസം കൂടി വരും. അത് കഴിഞ്ഞാൽ കുടിവെള്ള ക്ഷാമമില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറാൻ പോവുകയാണ്.